السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. اللهم اغفر لنا وارحمنا ولوالدينا ولجميع المؤمنين والمؤمنات. നിസ്കാരം പറയലായിരുന്നു നമ്മുടെ ഉദ്ദേശം. അതാണ് മഖ്സൂദ്. അതിൻ്റെ വസീലയെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. വുളു ആണ് അതിൻ്റെ വസീല. വുളുവിൻ്റെ വസീലയാണ് ശുദ്ധീകരണം, നജസ് ശുദ്ധീകരിക്കുക, മറ്റുമൊക്കെ. അത്തരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ മഖ്സൂദിലേക്ക്, പ്രഥമ ഉദ്ദേശത്തിലേക്ക്, പ്രധാന ലക്ഷ്യത്തിലേക്ക് പോവുകയാണ്. നിസ്കാരം എല്ലാ ഉമ്മത്തിനും നിസ്കാരം ഉണ്ടായിരുന്ന, പക്ഷെ 5 നിസ്കാരം കൂടി നമ്മുടെ ഉമ്മത്തിലുണ്ടായിരുന്നുള്ളൂ. അത് നമ്മുടെ ഉമ്മത്തിൻ്റെ ഷറഫാണ്. ബാങ്ക്, ഇഖാമത്ത്, അതുപോലത്തെ ആമീൻ, ഒരഭിപ്രായത്തിൽ റുക്ഉ, ഇതൊക്കെ ഈ ഉമ്മത്തിൻ്റെ സവിശേഷതയാണ്. അതുപോലെ നിസ്കാരത്തിൽ സംസാരിക്കൽ ഹറാമാണ് എന്നുള്ളതും നമ്മളെ ഉമ്മത്തിൻ്റെ പ്രത്യേകത. മുമ്പുള്ള ഉമ്മത്തിന് എന്തില്ല, നിസ്കാരത്തിൽ സംസാരിക്കുന്നതിനൊന്നും തടസ്സം ഉണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ ഒരുപാട് സവിശേഷതയുള്ള, ഒരു പൂർണ്ണതയുള്ള ഒരു നിസ്കാരമാണത്. നമുക്കറിയാം, കിതാബിലൊക്കെ ഉണ്ട് ആദം നബീൻ്റെ നിസ്കാരം സുബഹി ആയിരുന്നു, ഇസ്ഹാഖ് നബിൻ്റെ നിസ്കാരം ദുഹറായിരുന്നു. അങ്ങനെ കുറേ ഉണ്ട്. അപ്പം നമ്മൾ വിശദീകരിച്ചാൽ നേരം വഴുകും. ദാവൂദ് നബിക്ക് മഗ്രിബിൻ്റെ നേരത്താണ് പുറക്കപ്പെട്ടത്. അല്ലാഹ്, അങ്ങനെ പല ഹിക്മത്തുകളും പറയുന്നുണ്ട്. ഏതായാലും നമ്മൾ വലിയ മഹത്വമുള്ള ആൾക്കാർ, എല്ലാ ഉമ്മത്തിൻ്റെയും മഹത്വം ഒരുമിച്ച് കൂട്ടി എല്ലാ നിസ്കാരവും നമുക്ക് ഫർളാക്കപ്പെട്ടതിൻ്റെ പേരിൽ. ദുആ എന്നാണ് ഇതിൻ്റെ അർത്ഥം. ദ്വാരിക്കുക എന്നുള്ളത് നിസ്കാരത്തിലെ വളരെ പ്രധാനപ്പെട്ട കാര്യം ഏതാണ്? ദ്വാരിക്കലാണല്ലോ, ദുആ ചെയ്യലാണല്ലോ. പിന്നെ ഇപ്പം നമ്മൾ പറഞ്ഞ ദ്വാരക്കൽ മാത്രമല്ല, റുക്കിനും അഫ്ആലും ഒക്കെ കൂടിയിട്ടുള്ള സംഗതിയാണ് ശരിയാത്തിൽ, ഫിഖ്ഹിൽ എന്നൊക്കെ അർത്ഥം. അതും നമുക്കറിയാം. പിന്നെ മിഅ്റാജിൻ്റെ രാത്രിയാണ് നിർബന്ധമാക്കപ്പെട്ടത്. 5 ഫർളുകളാണുള്ളത്. വിത്ർ നിസ്കാരം ഫർള് എന്ന് പറയില്ല, വാജിബാണ്. ഫർളല്ല, വിത്ർ നിസ്കാരം വാജിബാണ്. ഖത്ഈയായിട്ട് അറിയപ്പെട്ടതിനാണ് നമ്മൾ ഫർള് എന്ന് പറയാം. ഏതായാലും നിസ്കാരത്തിൻ്റെ ഉദ്ദേശം നമ്മൾ മനസ്സിലാക്കുക. അനുഗ്രഹങ്ങൾ ചോദിച്ചെറിഞ്ഞ പടച്ച റബ്ബിന് ശുക്ർ ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശം. അതാണ് എല്ലാ ദിവസവും അത് വരാൻ കാരണം. പടച്ച റബ്ബ് നമുക്ക് കണക്കില്ലാത്ത നിയമത്ത് തന്നിട്ടുണ്ട്. അത് 24 മണിക്കൂറും, സൂര്യൻ ഉദിക്കുമ്പോഴും നട്ടുച്ചക്കും അസ്തമിക്കുമ്പോഴും രാത്രിയും സുബഹിക്കും ഒക്കെ ഉറക്കിലും ഉണർച്ചയിലും ജോലിയും വിശ്രമവുമായി മനുഷ്യൻ അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹത്തിലാണ്. ഈ അനുഗ്രഹത്തിന് നമ്മളാൽ കഴിയുന്ന ഒരു ശുക്ർ പ്രകടിപ്പിക്കുക എന്നുള്ളതാണ് നിസ്കാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞ മാതിരി മോമിനീങ്ങൾക്ക് വേണ്ടി ദ്വാരിക്കുക നിസ്കാരത്തിൻ്റെ വലിയൊരു പ്രത്യേകതയാണത്. സ്വാലിഹീങ്ങളായ ആളുകൾക്ക് വേണ്ടി ദ്വാരിക്കുക, അല്ലാഹുവിൻ്റെ അടിമകൾക്ക് വേണ്ടി. അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ എന്നത് അതാണ്. അപ്പം നിസ്കാരം ഫർളുണ്ട്, വാജിബുണ്ട്, സുന്നത്തുണ്ട്, നമുക്കറിയാലോ. ഏതായാലും എല്ലാവർക്കും നിസ്കാരമല്ല. യുസ്തറത്തു ലി ഫർളിയ്യതിഹാ, നിസ്കാരം നിർബന്ധമാകുന്നതിന്, ഫർളാകുന്നതിന് 3 കാര്യങ്ങൾ ഷർത്താണ്. ഒന്ന് ഇസ്ലാം. മുസ്ലിമീങ്ങളോടാണല്ലോ ശരീഅത്തിൻ്റെ ഫുറൂഉണ്ട് ഖിതാബുള്ളൂ. ഇതാണ് ഹനഫി മദ്ഹബിൻ്റെ ഉസൂല്. നോമ്പൊന്നും ആർക്ക് നിർബന്ധമില്ല? കാഫിര്യങ്ങൾക്ക് നിർബന്ധമല്ല. അപ്പോൾ അവർക്ക് ഭക്ഷണം കൊടുത്തതിൽ തെറ്റില്ല എന്നാണ്. ഷാഫി മദ്ഹബ് അനുസരിച്ച് തെറ്റാണ്. കാരണം കാഫിര്യങ്ങളും ശരീഅത്തിൻ്റെ ഫുറൂഉണ്ട് തക്ലീഫ് ചെയ്യപ്പെട്ടവരാണ് എന്നാണ് ഷാഫി മദ്ഹബിൻ്റെ ഉസൂൽ ഫിഖ്. അപ്പോൾ ഇസ്ലാം മനസ്സിലാവുണ്ടല്ലേ? വൽ ബുലൂഗ്, പ്രായപൂർത്തി, കുട്ടികൾക്ക് ഖിതാബില്ല. വൽ അഖ്ലു, ബുദ്ധി. ഉമറു ബിഹൽ ഔലാദ്, ബുദ്ധി ഇല്ലെങ്കിൽ പോലും, പ്രായപൂർത്തി ആയിട്ടില്ലെങ്കിൽ പോലും കുട്ടികളോട് നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കപ്പെടേണ്ടതാണ്. ലിസ്ബഅ സിനീൻ, 7 വയസ്സ് പൂർത്തിയായ. തുദറബ് അലയ, നിസ്കരിക്കാത്തതിന് അടിക്കുകയും വേണം. അല്ല അഷ്റ, 10 വയസ്സാകുമ്പോൾ
എന്തുകൊണ്ടാണ് അടിക്കേണ്ടത്? ഇതിന് മാനദണ്ഡമൊക്കെ ഉണ്ട്. കൈ കൊണ്ട്, ലാവി ഹസ്ബത്തി, വടികൊണ്ടല്ല, തല കൊണ്ടും വടികൊണ്ടൊന്നുമല്ല, കൈ കൊണ്ട് അടിക്കുക എന്നല്ല. അത് നമ്മളെ മദ്ഹബിലില്ല. ശാഫി മദ്ഹബിൽ കൈ കൊണ്ട് അടിക്കുക എന്നൊരു ഖൈദ് കൊടുത്തിട്ടില്ല. വടി കൊണ്ട് എടുക്കുക അങ്ങനെ പ്രത്യേകം ഖൈദും കൊടുത്തു. റസൂൽ അടിക്കാനല്ലേ പറഞ്ഞത്. അതിപ്പോൾ പിന്നെ 3-ലധികം അടിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. 3 അടിയിലധികം അടിക്കാൻ പാടില്ല. സുന്നാൻ്റെ ഹദീസുണ്ട്, അതൊക്കെ മഷ്ഹൂറായ ഹദീസാണ്. ഈ വടികൊണ്ട് മറ്റൊക്കെ അടിക്കൽ ഈ ജിനായത്തൊക്കെ ചെയ്യുമ്പോഴാണത്രേ. ഈ ഭരണകൂടം പൗരന്മാരുടെ നിയമത്തെറ്റുകൾക്കെതിരെ നടപ്പാക്കുന്നതാണ് കൈകൊണ്ടല്ലാത്തടി. അപ്പോൾ കുട്ടികളെ ഭാഗത്തുനിന്ന് ജിനായത്ത് എന്ന് പറയാൻ പറ്റൂലല്ലോ. പ്രായപൂർത്തിയും അഗതിരിവൊക്കെ ഉള്ള ആളുകൾ ചെയ്യുന്ന ആളുകളുടെ പ്രവൃത്തിക്ക് ജിനായത്ത് എന്ന് പറയുള്ളൂ, ക്രിമിനൽ കുറ്റം എന്ന് പറയും. അപ്പോൾ കുട്ടികളതായതുകൊണ്ട് കൈകൊണ്ട് അടിച്ചാൽ മതി എന്നുള്ളതാണ്. തിരക്കടില്ല അഭിപ്രായം. അപ്പോൾ അടിക്കൽ നിർബന്ധമാണ്. ഫറഖു ബൈനഹും. പിന്നെ ഒതരിബ് റസൂലുള്ളാഹിന്റെ ഹദീസുണ്ട്, നിങ്ങൾ കുട്ടികളോട് 7 വയസ്സായ നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം, 10 വയസ്സായാൽ അവരടിക്കണം. ഫറഖു ബൈനഹും ബിൽ മദാജി, കിടക്കുന്ന സ്ഥലത്ത് അവരെ അകറ്റിക്കിടത്തണം. ഒറ്റ വിരിപ്പിൽ കിടക്കുന്നൊരു സാഹചര്യം ഉണ്ടാകരുത്. ഒരു പായിൽ കിടക്കണേ കുഴപ്പമില്ല കേട്ടോ, ഒറ്റ വിരിപ്പിൽ കിടക്കരുത് എന്നാണ്, ഒരു പുതപ്പിൻ്റെ ഉള്ളിൽ. ഇനി പറയാം ഫസ്ബാബുഹ ഉഖാത്തുഹ, നിസ്കാരത്തിൻ്റെ സബബ് സമയമാണ്. സമയമായാലും നിസ്കാരം നിർബന്ധമാകുന്നുള്ളൂ. അതാ സബബ് എന്ന് പറഞ്ഞാൽ. വതജിബു ബി അവ്വലിൽ വഖ്തി, നിസ്കാരം നിർബന്ധമാകും സമയത്തിൻ്റെ ആദ്യം പ്രവേശിക്കൽ കൊണ്ടാണ് നിസ്കാരം നിർബന്ധമാകുക. അതിനും നിസ്കാരം നിർബന്ധമല്ല. ആ നിർബന്ധമാകുന്നത് അതെല്ലാവർക്കും അറിയാം. ഇവിടുത്തെ പോയിന്റ് അതല്ല. വുജൂബൻ മുവസ്സഅൻ, മുവസ്സഅ വുജൂബായിട്ട്, സാവകാശമുള്ള നിർബന്ധം എന്നർത്ഥം. ബാങ്ക് കൊടുത്ത ഉടനെ തന്നെ നിസ്കരിക്കാൻ നിർബന്ധമല്ല. അതിൻ്റെ സമയത്തിൻ്റെ അവസാനം വരെ നിസ്കരിക്കാൻ ആവശ്യമായി വരുന്ന സമയത്തിൻ്റെ അവസാനം വരെ അതിനെ പിന്തിച്ചു കൊണ്ടുപോകാം. അതാണ് സാവകാശ നിർബന്ധം എന്ന് പറയുന്നത്, സ്വതന്ത്ര നിർബന്ധം. ഇനി നമ്മൾ പറയുന്ന നിസ്കാരത്തിൻ്റെ സമയങ്ങളെക്കുറിച്ചാണ്. വല്ല ഔഖാത്തു ഖംസത്തു, നിസ്കാരത്തിൻ്റെ സമയം 5 5 സമയമുണ്ട്. 5 നിസ്കാരം ഉണ്ടായതുകൊണ്ട് ഏതോ ടീം പറഞ്ഞാൽ അതിൽ 3 നിസ്കാരമല്ല. ഒന്ന് വഖ്തു സുബഹി, സുബഹിൻ്റെ സമയമാണ്. സുബഹിൻ്റെ സമയം മിൻ തൊലൂഇൽ ഫജ്ർ, ഫജ്ർ വെളിവായതിൻ്റെ തുടക്കം. ഫജ്ർ വെളിവാകുക, ഫജ്ർ ഉദിക്കുക എന്നൊക്കെ പറയും. ജിബ്രീൽ അലൈഹിസ്സലാം നിസ്കാരത്തിൻ്റെ ആദ്യ സമയം, മേറാജിൻ്റെ രാത്രി കഴിഞ്ഞിട്ട് സമയത്തിൻ്റെ ആദ്യത്തെ ദിവസം നിസ്കരിച്ചു, പിന്നെ സമയത്തിൻ്റെ അവസാനത്തിൽ പിറ്റത്തെ ദിവസം നിസ്കരിച്ചു. എന്നിട്ട് പറഞ്ഞു ഇതാണ് കേട്ടോ നിസ്കാരത്തിൻ്റെ സമയം. അവിടെ ജിബ്രീൽ അലൈഹിസ്സലാം ഫജ്ർ ഉദിച്ചപ്പോഴാണ് നിസ്കരിച്ചത്. ഫജ്ർ സാദിഖാണ്. നിങ്ങൾ കണ്ടിരിക്കണം ഫജ്ർ സാദിഖ്? കണ്ടില്ല? ഞാൻ ഈ സുബഹ് ബാങ്ക് കൊടുത്ത് കഴിഞ്ഞിട്ട് ഒന്ന് പോയി നോക്കണ്ടോ? നമ്മുടെ സൂര്യൻ ഉദിക്കുന്ന ചക്രവാളത്തിൽ, കിഴക്കൻ ചക്രവാളത്തിൽ ഒരിങ്ങനെ വീതിയിലൊരു വെളിച്ചം കാണാം. വീതിയിലൊരു വെളിച്ചം, സൂര്യൻ്റെ വെളിച്ചമാണ് അത് ശരിക്കും. അതിനപ്പുറത്തുനിന്ന് ഇങ്ങനെ പ്രതിഫലിക്കുന്നതാണ് അത്രേ. ഈ വീതിയിലുള്ള വെളിച്ചാണ് ഫജ്ർ സാദിഖ്. അതിനു മുമ്പ് കന്യാകുമാരിയില് പോകുമ്പോ കാണുന്നതാണോ? അത് എല്ലായിടത്തുനിന്നും കാണാം. നമ്മൾ നോക്കിയാൽ കാണാം. മലകളോ മറ്റൊന്നും മരങ്ങളൊന്നും മറിഞ്ഞിക്കാത്തടത്തുനിന്നൊക്കെ നോക്കിയാൽ അത്രയേ ഉള്ളൂ. അല്ലാതെ അതിൻ്റെ കണക്ക് അത്രയേ ഉള്ളൂ. ഓരോരുത്തർക്കും ഓരോ സമയമാണ്. ഇപ്പോൾ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന്, മലയുടെ മുകളിൽ നിന്ന്, മലൻ്റെ മറയൊന്നും ഇല്ലാത്ത രീതിയിൽ മലൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തേക്ക് നോക്കിയാൽ കാണാം. ഈ ഫജ്ർ സ്വാദിഖ് അറിയാൻ പറഞ്ഞാൽ ഇതിന് മുമ്പൊരു വെളിച്ചമുണ്ട്. ഈ സുബഹ് ബാങ്ക് കൊടുക്കുന്നതിന് കുറച്ച് മുമ്പ് നീളത്തിലൊരു വെളിച്ചം, കിഴക്കൻ ഭാഗത്ത് ഒരു നീളത്തിലുള്ളൊരു വെളിച്ചമുണ്ട്. അത് കളവ് പറയുന്ന ഫജറാണ്. കാരണം അതിന് ശേഷം സുബഹി വരുന്നില്ല. സുബഹി ആകുക എന്നുള്ളതിന് സത്യം പറയുന്ന ഫജ്ർ സ്വാദിഖാണ്. അതാണ് സ്വാദിഖ് അറിയാൻ കാരണം. അതേത് വരെയുണ്ട്? ഇലാ ഖുബൈലി തുലൂഇ ശംസ്, സൂര്യൻ ഉദിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് വരെയുണ്ട്. ഖുബൈൽ എന്ന് പറഞ്ഞാൽ ഖബല് മുമ്പ്, ഖുബൈൽ തൊട്ട് മുമ്പ് വരെയുണ്ട്. വവഖ്തുൽ ളുഹ്രി, ളുഹറിൻ്റെ സമയം മിൻ സവാലി ശംസി, സൂര്യൻ നട്ടുച്ചയായ
സൂര്യൻ്റെ സവാലില്ലേ, നട്ടുച്ചയിൽ നിന്ന് സൂര്യൻ നേരെ തലൻ്റെ മുകളിൽ സൂര്യൻ എത്തിയാൽ പിന്നെ അത് പടിഞ്ഞാറ് ഭാഗത്തേക്ക് അല്പം നീങ്ങിയാൽ അതാണ് സവാല് എന്ന് പറയാം. അത് അസറിൻ്റെ സമയം വരെയുണ്ട്. ഏതാ അസറിൻ്റെ സമയം? ഇലാ യസീറ ളില്ലു കുല്ലി ഷൈഇൻ മിസ്ലിഹി. ഒരു വസ്തുവിൻ്റെ നിഴല് തെറ്റിയത് അതല്ലേ? ഏത്? സൂര്യൻ മധ്യാഹ്നത്തിൽ തെറ്റിയത്. അതാണ് സവാല്. മധ്യാഹ്നം എന്ന് പറഞ്ഞാൽ നേരെ തലൻ്റെ മുകളിൽ എന്ന് പറഞ്ഞാൽ നേരെ തീരൊന്നും ഇല്ലാത്ത സമയമുണ്ടോ, നേരെ മുകളിലുണ്ടാവൂലേ. ഇങ്ങോട്ട് എന്ത് ചെയ്യുക, ഒരു വസ്തുവിൻ്റെ നിഴല് അതിൻ്റെ 2 ഇരട്ടിയാകുന്നത് വരെ. ഒരു വസ്തുവിൻ്റെ നിഴല് ഇങ്ങനെ പടിഞ്ഞാറോട്ട് പോകുന്നതിനനുസരിച്ച് നമ്മുടെ നിഴല് വലിയ നിഴലായിട്ട് വരുമല്ലോ. അപ്പോൾ നമ്മളുണ്ടല്ലോ വൈകുന്നേരമൊക്കെ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ എത്ര വലുപ്പം ഉണ്ടാവും? ഒരു തെങ്ങിൻ്റെ വലുപ്പം ഉണ്ടാവും ചിലപ്പോൾ, അല്ലേ? അത് സൂര്യൻ എന്താണ് തലഭാഗത്തല്ലാത്തതുകൊണ്ടാണ്, ഒരു സൈഡിലായതുകൊണ്ടാണ്. അപ്പോൾ ഒരു വസ്തുവിൻ്റെ നിഴല് അതിൻ്റെ 2 ഇരട്ടിയാകുന്ന വരെ. നട്ടുച്ചക്കുള്ള നിഴൽ ഒഴിവാക്കണം കേട്ടോ. നട്ടുച്ച സമയത്തൊരു വടി വെച്ചാൽ അതിന് ചെറിയൊരു നിഴലുണ്ടാകും. ആ നിഴൽ ഒഴിവാക്കിയിട്ട് അതിൻ്റെ 2 ഇരട്ടി. അപ്പോൾ 1 മീറ്ററുള്ള സാധനമാണെങ്കിൽ 2 മീറ്റർ വലുപ്പത്തിൽ നിഴൽ വരിക എന്നർത്ഥം, അല്ലേ? ഔ മിസ്രി, അല്ലെങ്കിൽ 1 ഇരട്ടി. അപ്പോൾ 1 മീറ്റർ വടി 1 മീറ്റർ നിഴലാകുമ്പോൾ സിവാദില്ലിൽ ഇസ്തിവായി, നട്ടുച്ചക്കുള്ള നിഴൽ ഒഴികെ. അത് പല കാലത്തും പല നിരക്കുണ്ടാവുക. ചെറിയൊരു നിഴൽ എല്ലാ കാലത്തും ഉണ്ടാവും. ചിലപ്പോൾ തീരെ നിഴലുണ്ടാവില്ല. നേരെ തലക്ക് മുകളിലാണെങ്കിൽ തീരെ നിഴലുണ്ടാവില്ല. സൂര്യൻ നേരെ തലയുടെ ഭാഗത്തിൽ നിന്ന് ഉച്ചിയിൽ നിന്ന് വലത്തോട്ടോ ഇടത്തോട്ടോ ഒക്കെ തെറ്റിയാണ് നിൽക്കുന്നതെങ്കിൽ ചെറിയൊരു നിഴലുണ്ടാവും, കുറച്ച്. അത് നോക്കിയാൽ മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ 1 മിസിലല്ല 2 മിസിലാവുക എന്നുള്ളതാണ്. അപ്പോൾ 3 മീറ്റർ വേണമല്ലേ 2 മിസിലാവുമ്പോൾ? അതെ. 1 മിസിലാവുമ്പോൾ എത്ര? 2 മീറ്റർ അല്ലേ? 1 മീറ്ററുള്ള സാധനം 1 മിസിലാകല എപ്പോഴാ? അതിൻ്റെ അത്രയെന്നല്ലേ 2 മീറ്റർ ആവുക, അല്ലേ? 2 മിസിലാവുമ്പോൾ 3 മീറ്റർ ഉണ്ടാവില്ലേ? 2 ഇരട്ടി ആവുന്നെന്ന് പറയുമ്പോൾ അതിന്റെ അത് 3 വരും. ഇതിപ്പോ ഷാഫി മദ്ഹബിൽ ഔ മിസ്രിഹി ആണെങ്കിൽ 1 മിസ്ലാകുന്നത് വരെ എന്നുണ്ട്. ഇതാണ് ഷാഫി മദ്ഹബ്, സിവാദിൽ ഇസ്തിവായ്. ഇത് ഷാഫി മദ്ഹബിൽ തർക്കമൊന്നുമില്ല എന്നുള്ള തന്നെ 1 മിസ്ൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഹനഫി മദ്ഹബിൽ 2 മിസ്ൽ എന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ 1 മിസ്ൽ. വഖ്താറ സാനിയ അത്വഹാബിയു, രണ്ടാമത്തെ അഭിപ്രായത്തെയാണ് ഇമാം ത്വഹാബി റഹിമഹുല്ലാഹ് പ്രബലപ്പെടുത്തിയത്. വഹുവ ഖൗലു സാഹിബിൻ, അത് തന്നെയാണ് ഇമാം അബൂ യൂസുഫ് റഹിമഹുല്ലയുടെയും മുഹമ്മദ് റഹിമഹുല്ലയുടെയും അഭിപ്രായവും, ഷാഫി മദ്ഹബ് പോലെ. പക്ഷേ ഹനഫി മദ്ഹബിൽ മിക്ക പണ്ഡിതന്മാരും പറയുന്നതും മിക്ക മുത്തൂനുകൾ പറയുന്നതും റിവായത്തുകൾ പറയുന്നതും ഏതാണ്? മിക്ക മശായിഖുകളും മിക്ക മത്തിന് കിതാബിൻ്റെ മത്തിനുകൾ എന്ന് പറയില്ല. മത്തിനുകൾ നമ്മൾ നാളെ പറഞ്ഞിട്ടില്ലായിരുന്നു. മുത്തൂന് കിതാബ്, കുത്തുബുൽ മത്തിന് എന്ന് പറഞ്ഞാൽ പറയുന്ന കുറേ സാധനങ്ങളുണ്ടല്ലോ ഹനഫി മദ്ഹബിൽ, തൻവീർ പോലെയൊക്കെ ഉള്ള മുത്തൂനുകൾ. അതിലൊക്കെ പറയുന്ന 2 മിസ്ൽ എന്നാണ്. ഇവർ പറയുന്നത്, ഇപ്പോൾ പറഞ്ഞ ആൾക്കാർ പറയുന്ന 1 മിസ്ൽ എന്നാണ്. അപ്പോൾ അക്സറുൽ മശായിഖും പറയുന്നത് 2 മിസ്ലാവുക എന്നുള്ളതാണ്. അപ്പോൾ അത് സ്വീകരിക്കലാണ് സൂക്ഷ്മത എന്നാണ്. കാരണം അവർ പറഞ്ഞ പ്രകാരം ഇപ്പം നിസ്കാരത്തിൻ്റെ സമയം ആവണമെങ്കിൽ 2 മിസ്ലാവണമല്ലോ. അതിനു മുമ്പ് നിസ്കരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അസർ സഹിയാവില്ലല്ലോ. 1 മിസ്ലാണെങ്കിൽ അത് മുതലാണ് അസറിൻ്റെ സമയം, 2 മിസ്ലാണെങ്കിൽ അത് മുതലാണ് അസറിൻ്റെ സമയം. ഈ 2 മിസ്ലാണ് എന്ന അഭിപ്രായ പ്രകാരം 1 മിസ്ലിന് ശേഷം നിസ്കരിക്കുന്ന നിസ്കാരം എന്താവൂല? സമയത്തിന് മുമ്പ് നിസ്കരിക്കലാവൂലേ? അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ഈ അഭിപ്രായം ഉള്ളതുകൊണ്ട് ഷാഫിയുടെ സമയത്ത് നമസ്കരിക്കാമല്ലോ. നിസ്കരിക്കാം, 2 അഭിപ്രായം സ്വീകരിക്കാം. പക്ഷെ അഹ്വത്ത് ഹനഫി മദ്ഹബിൽ അക്സറുൽ മശായിഖ് പറഞ്ഞ് 2 മിസ്ലായതുകൊണ്ട് അത് എടുക്കുക എന്നതാണ് അഹ്വത്ത്. അതാണ് 2 രീതിയിലും ഹനഫികൾക്ക് ചെയ്യാം. ഇപ്പോൾ ഷാഫിയാക്കളൊക്കെ ഉള്ള നല്ല
ബഹുഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിലൊക്കെ ഹനഫികൾ എന്ത് ചെയ്യാറില്ല, അസർ അങ്ങനെ പിന്തിക്കാറൊന്നുമില്ല, 2 മിസിലേക്ക് പിന്തിക്കാറില്ല. ഞാനൊരു പള്ളി ശ്രദ്ധിച്ചിട്ടുണ്ട്, പെരിന്തൽമണ്ണ അല്ല എന്ന് എനിക്ക് തോന്നുന്നത്. പെരിന്തൽമണ്ണ EMS ഒക്കെ പള്ളീൻ്റെ അടുത്തുള്ള ഹനഫി പള്ളിയുണ്ട്. ബാക്കിയാത്തിലൊക്കെ 2 മിസിലായിട്ടാണ് കൊടുക്കൽ. ഒരു 5:15 ആവും അസർവാൻ കൊടുക്കാൻ. നിങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെ തന്നെയാ. ഇവിടെ എല്ലാം അങ്ങനെ ഹനഫി മുസല്ലയും എല്ലായിടത്തും അങ്ങനെ തന്നെയാ ഇവിടെ. ജോലിക്കൊക്കെ പോകുന്നവർക്ക് നല്ല സുഖമാണ്. ലോറ് കളാകാതെ വീട്ടിൽ എത്തിയിട്ട് പണിയെടുത്തിട്ട് പണി അവസാനിപ്പിച്ചിട്ട് കുളിച്ച് നിസ്കരിക്കാൻ നേരം ഉണ്ടാവും. ഷാഫി മദബിൽ അങ്ങനെ ലോറൊക്കെ കളാണ് ആൾക്കാർക്ക് ഹനഫി മദബ് പറ്റിയാൽ മതി. നമസ്കാരം കളാക്കണ കുറ്റം കിട്ടില്ല. ഏതെങ്കിലുമൊക്കെ ഒരു ഇമാമിൻ്റെ കൗലനുസരിച്ച് അമൽ ചെയ്യാഞ്ഞാൽ ഒരു കുറ്റക്കാരായിക്ക് വരില്ല. അതാവൂല, 5:15 സമയമുണ്ടല്ലോ. മൂന്നയിമത്തും 1 മിസിൽ എന്നുള്ള അഭിപ്രായമാണ്. 1 മിസിലേ ഉള്ളൂ എന്നുള്ളത്. ഏതായാലും നിങ്ങൾ സമയം നോക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണ്ടോ. ഈ ഒരു വടിയൊക്കെ വെച്ചിട്ട് എപ്പോഴാണ് ബാങ്ക് കൊടുക്കുന്നത്, എപ്പോഴാണ് ഷാഫിയാക്കൾ ബാങ്ക് കൊടുക്കുന്നത്, 1 മിസിലാണോ 2 മിസിലാണോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഒരു വടി അവിടെ കുഴിച്ചിട്ടാൽ മതി. 1 മീറ്ററിൻ്റെ ആദ്യം അളന്നിടാൽ മതി. 2 മീറ്ററിൽ ഒരു അളവിടുക. ഏത് ഭാഗത്തേക്കാ? കിഴക്കേ ഭാഗത്തേക്കല്ലേ നേലുണ്ടാവുക? ഏത് ഭാഗത്തേക്കാണ്? തെളിഞ്ഞിടത്ത് മരമൊന്നും ഇല്ലാത്തടത്ത് കൊണ്ടുപോയി നാട്ടണം. നാട്ടണം. അപ്പം തിരി നമുക്ക് എപ്പോഴാണ് ബാങ്ക് കൊടുക്കണേ, അസ്രാൻ കൊടുക്കണേ, എപ്പോഴാണ് മാരി ബാങ്ക് കൊടുക്കണേ. അതിന് 1 മീറ്ററുള്ള സാധനമാണ്. ഒരു പേന ആയാലും അങ്ങനെ തന്നെ അല്ലേ? ഒരു പേന വെച്ചാലും മതി. ഇപ്പം അത് സ്കെയിലോ എന്ത് വെച്ചാലും മതി. സ്കെയിൽ വെച്ചാൽ അളക്കാൻ സുഖമാണ്. വഖത്തുൽ അസ്രി, അസറിൻ്റെ സമയം ഇർതായി സിയാദത്തി അല മിസ്രി, മിസിലിൻ കഴിഞ്ഞിട്ട് മിസിലിനേക്കാൾ വർദ്ധിച്ചത് തുടങ്ങിയാലാണ്. മിസിൽ ദൂറിൻ്റെ സമയമാണ്. ആ മിസിലിനേക്കാൾ കുറച്ചാൾ കൂടിയാലുണ്ടല്ലോ, ആ കൂടുന്നതിൻ്റെ തുടക്കം മുതൽ, അല്ലെങ്കിൽ മിസിലിൻ്റെ 2 അഭിപ്രായ പ്രകാരം ഏത് വരെയില്ല ഖുറൂബിഷന്ന് സൂര്യൻ അസ്തമിക്കുന്നത് വരെയുണ്ട് എന്നാണ് മശൂർ അഭിപ്രായം. അതുമില്ല എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട്. സൂര്യന് മഞ്ഞക്കളറായി തന്നെ അസറിൻ്റെ സമയം കഴിഞ്ഞു എന്ന് പറയുന്നവർ. 1 മിസിൽ കഴിഞ്ഞ് 1 മിസിലിനേക്കാൾ വർദ്ധിച്ചതിൻ്റെ തുടക്കം, അല്ലെങ്കിൽ 2 മിസിലിനേക്കാൾ നീയൽ വർദ്ധിച്ചു കൂടി, അതിൻ്റെ തുടക്കം മുതലാണ്. വൽ മഗ്രിബു മിൻഹു, മഗ്രിബിൻ്റെ ആദ്യ സമയം മിൻഹു മഗ്രിബ് മുതലാണ്. അഥവാ മഗ്രിബാൻ അസ്തമിക്കാന്നല്ലേ, അസ്തമിച്ചത് മുതൽ ഇലൽ അഹ്മരി, ചുവന്ന മേഘം ആകാശത്തിൽ നിന്ന് മറയുന്നത് വരെയാണ്. അതായത് മറയുന്നതിന് തൊട്ട് മുമ്പ് അഹ്മർ വരെയാണ് പറയുമ്പോൾ രാത്രി കണ്ടില്ല നമ്മൾ, സൂര്യാസ്തമിച്ചതിന് ശേഷം പിന്നെ രാത്രി ഒരു മേഘത്തിൻ്റെ ഒക്കെ ഒരു കളർ ഇങ്ങനെ കാണൂലേ, ചുവന്ന കളറ്, നല്ല ചുവന്ന തുടുത്തെ. അത് അസ്തമിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് വരെ. അല്ല മുഫ്താബിഹി, ഫത്വ നൽകപ്പെടുന്ന അഭിപ്രായ പ്രകാരം അതാണ് ഫത്വയും. ഇതന്നെയാണ് ഷാഫി മദബ്. ഷഫഖുൽ അഹ്മർ തന്നെയാണ് പറയുന്നത്. വൽ ഇഷ, ഇഷാ നിസ്കാരത്തിൻ്റെ തുടക്കം, വൽ വിത്തിരി, വിത്തിറിൻ്റെയും തുടക്കം മിൻഹു ഷഫഖ് അസ്തമിച്ചതിനാണ്. ആ ചുവന്ന മേഘല്ലേ ആകാശത്തില്ലേ, അതാ സൂര്യൻ്റെ ലൈറ്റ് അടിച്ചിട്ടുള്ള ചുവപ്പാണതേ. ആ ലൈറ്റ് അടിക്കുന്നതിൻ്റെ ചുവപ്പാണത്. ആകാശത്തിൻ്റെ ആ ഭാഗത്ത് ഇങ്ങനെ ചെറിയൊരു വെയിലിങ്ങനെ അടിച്ചിട്ട് അതിങ്ങനെ അസ്തമിക്കുമ്പോൾ വെയിലിങ്ങനെ ഉയർന്നു പോവല്ലേ, ആകാശത്തേക്ക് ഇങ്ങനെ ഉയർന്നു പോവാണ്. അപ്പം മേഘത്തിലേക്ക് അടിക്കുന്ന കളറാണത്. ഇല സുബഹി, സുബഹ് വരെ എന്ന് പറഞ്ഞാൽ സുബഹിൻ്റെ തുലുവിൻ്റെ തൊട്ട് മുമ്പ് വരെ എന്നർത്ഥം. ഫജ്ർ സാദിഖിൻ്റെ തൊട്ട് മുമ്പ് വരെ. വലാ യുഖദ്ദമൽ വിത്ർ അലൽ ഇശായി, വിത്ർ നിസ്കാരം ഇശാ നിസ്കാരത്തേക്കാൾ മുന്തിക്കാൻ പാടില്ല. ഇതന്നെ ഷാഫി മദ്ഹബും. കാരണം ലി തർത്തീബ് ലാസിമി, നിർബന്ധമായ ഒരു തർത്തീബ് അവിടെ ഉണ്ട്. എന്താണത്? ഇശാന്റെ ഫറലും വിത്റിന്റെ വാജിബും തർത്തീബായി നിർവഹിക്കണം എന്നാണ്. വമല്ല മജിദ് വക്തഹുമ, ഇനി ഇശായിൻ്റെയും വിത്റിൻ്റെയും സമയം ഒരാൾക്ക് ലഭിച്ചില്ലെങ്കിൽ, ഇശായിൻ്റെയും വിത്റിൻ്റെയും സമയം ഒരാൾക്ക് ലഭിച്ചില്ല, അതെങ്ങനെ? രാത്രി കുറച്ച് സമയമുള്ളൂ,
അങ്ങനെ കുറേ സ്ഥലങ്ങളില്ലേ? ഭയങ്കര തണുപ്പൊക്കെ ഉള്ള ബൾഗേറിയ, അങ്ങനെ കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ക്രൊയേഷ്യ, ഏതൊക്കെയോ സ്ലോവാക്യ ഒക്കെ ഉണ്ട്. അവിടെ പെട്ടെന്ന് എന്ത് ചെയ്യും, അതേമാതിരി സ്വീഡൻ, പോളണ്ട്, അങ്ങനത്തെ സ്ഥലത്തൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. പലരും ബന്ധപ്പെടാറുണ്ട് അടുത്ത നിസ്കാരം എങ്ങനെയെന്ന് ചോദിച്ചിട്ട്, പോളണ്ടിൽ നിന്നും ഒക്കെ. അപ്പം ഇശായിൻ്റെയും വിത്റിൻ്റെയും സമയം ലഭിച്ചില്ലെങ്കിലും യജിബാ അലൈഹി, ഇശാവും വിത്റും നിർബന്ധമില്ല. ആ കിഴക്കിൻ്റെ ആ തലക്കുള്ള രാജ്യങ്ങളൊക്കെ ഫജ്ർ എന്താവും, അവിടെ മഗീബ് ശഫക്കിന് മുമ്പ് തന്നെ, സൂര്യൻ അസ്തമിച്ച് ഉടനെ തന്നെ കാണാം മൂപ്പര് എണീറ്റ് വരുന്നത്. അവിടെ മഗീബ് ശഫക്കിനൊന്നും നിൽക്കില്ല. രാത്രിയുടെ സമയം വളരെ കുറഞ്ഞ ചില സീസണുകളുണ്ട് അവിടെ, ചില സമയങ്ങളുണ്ട് അവിടെ. രാത്രി എന്നാൽ ഒരു മണിക്കൂറൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിസ്കരിക്കണ്ടെന്നുള്ളത് വളരെ പ്രയോജനകരമായ ഒരു മസലയാണ്. കാരണം എൻ്റെ സുഹൃത്തിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, മഗ്‌രിബ് കഴിഞ്ഞു പിന്നെ 9 ആകുമ്പോൾ സുബഹി ആവുന്നു, എന്താ കാട്ടുക എന്ന്. അതേസമയത്ത് രാത്രിയും പകലൊക്കെ കണക്കിലേറുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ദജ്ജാലിൻ്റെ കാലത്തിനെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞ് സമയം കണക്കാക്കി എന്താക്കണം, ചെയ്യണം എന്നുള്ളത്. 6 മാസം പകൽ 6 മാസം രാത്രിയൊക്കെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെയുണ്ടോ? ഓ, അവിടെ നിന്നും ജനതാമസം ഇല്ലാന്ന് തോന്നുന്നുണ്ട്. അപ്പം ഇജാറത്ത്, സൗമ്, ഹജ്ജ്, ഇദ്ദ, അവിടൊക്കെ അങ്ങനെയാണല്ലോ. അവിടൊക്കെ കണക്കാക്കേണ്ട സമയം കണക്കാക്കിയിട്ടാണ് ദജ്ജാലിൻ്റെ കാലഘട്ടത്തിൽ. മനസ്സിലായോ? ദജ്ജാലിൻ്റെ കാലഘട്ടത്തിൽ ഒരു ദിവസത്തിന് ഒരു കൊല്ലത്തെ ദൈർഘ്യം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ ഒരു കൊല്ലം കൊണ്ട് 5 വക്ത് നിസ്കരിച്ചാൽ പോരാ, സമയം കണക്കാക്കി നിസ്കരിക്കണം. അതിനുള്ള സംവിധാനമൊക്കെ ഇപ്പോൾ നമുക്ക് ഒരുക്കി തന്നിട്ടുണ്ട്. വാച്ചും മൊബൈലും ഒക്കെ ഉണ്ട്. വരായിജുമാവ് ബൈന ഫർദൈനി ഫി വഖ്തിൻ, ഒരു സമയത്ത് 2 ഫർദ് ഒരുമിച്ച് കൂട്ടാൻ പറ്റൂല. അതേ സമയം മുന്തിക്കാനും പിന്തിക്കാനും പറ്റൂല. ബിഉദ്രിൻ, അത് പറയേണ്ട ആവശ്യമല്ല. കാരണം ഉണ്ടായതിൻ്റെ പേരിൽ, യാത്ര, മഴ, ഇത്തരം കാര്യങ്ങൾക്ക് ജമ്മാക്കാൻ പറ്റൂല. ശാഫി മദ്ഹബിൽ എന്ത് ചെയ്യാൻ പറ്റും? യാത്ര കാരണമൊക്കെ ജമ്മാക്കുക, ളുഹുറും അസ്റും ജമ്മാക്കുക, രോഗം പോലെയുള്ള കാരണത്തിന് വേണ്ടി, അല്ലെങ്കിൽ മഴയുടെ പേരിലും പറ്റും ഒരു അഭിപ്രായ പ്രകാരം. എവിടെ ഒഴികെ? ഇല്ലാഫി അറഫത്തിൽ ലിൽ ഹാജി, ഹാജിയുടെ അറഫയിൽ ഒഴികെ. ഹാജിയുടെ അറഫയിൽ ഒഴികെ. പക്ഷേ അവിടെ ഉണ്ട് ഒരു ഷർത്ത്. ഷർത്തിൽ ഇമാമുൽ ആദമിൻ്റെ കൂടെ ആയിരിക്കണം, ഒറ്റയ്ക്ക് പറ്റൂല, ഭരണാധികാരിൻ്റെ കൂടെ ആയിരിക്കും. ളുഹുറും അസ്റും ഒന്നിച്ച് നിസ്കരിക്കുക, മഗ്‌രിബും ഇശാവും എന്ത് ചെയ്യുക, ഒന്നിച്ച് നിസ്കരിക്കുക. ഇമാമുൽ ആദം വേണം, വൽ ഇഹ്റാം, ഹജ്ജിന് ഇഹ്റാം ചെയ്തിരിക്കുകയും വേണം. ഉംറ പറ്റൂല, ഹജ്ജിന് ഇഹ്റാം ചെയ്യുകയും വേണം. ഓക്കെ. ഫയജ്മഉ ബൈന ളുഹരി വൽ അസ്രി ജമ തഖ്ദീമിൻ, അവിടെ ളുഹറും അസ്റും തഖ്ദീമിൻ്റെ ജമ്മാക്കുക, അത് അസ്ർ ളുഹറിൻ്റെ സ്ഥാനത്ത് നിസ്കരിക്കുക. അത് പറ്റും. ഇവിടെ പറ്റുക അറഫയിൽ അല്ലേ? ളുഹുർ അസ്റും, അറഫ ളുഹുർ അസ്റും. അവിടെ എന്ത് ചെയ്യുക? ളുഹുർ അസ്റും കൂടി ളുഹറിൻ്റെ നേരത്ത് നിസ്കരിക്കുക. അസ്റിൻ്റെ നേരത്താണല്ലോ അറഫ നിൽക്കൽ. വയജ്മഉ ബൈനൽ മഗ്രിബി വൽ ഇശാഇ, അതുപോലെ തന്നെ ഇശാ മഗ്രിബ് ജമ്മാക്കുക ബി മുസ്ദലിഫ, മുസ്ദലിഫയിൽ വെച്ചിട്ട്. അതും തഖ്ദീമിന്റെ ജമ്മല്ലേ? അല്ല, അത് തഖ്ദീറാണ്. കാരണം നമ്മൾ നേരെ അറഫയിൽ നിന്ന് നേരെ മുസ്ദലിഫയ്ക്ക് പോവുക ചെയ്യുക. അവിടെ നമുക്ക് മഗ്രിബ് നിസ്കരിക്കാൻ നേരം കിട്ടൂല. ഓക്കെ. അപ്പോൾ വയജ്മഉ ബൈനൽ മഗ്രിബി വൽ ഇശാഇ ബി മുസ്ദലിഫയിൽ വെച്ചിട്ട് മഗ്രിബും ഇശാവും കൂടി ജമ്മാക്കുക. പിന്തിച്ചാണ് ജമ്മാക്കേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം? ളുഹറും ഇശയും കൂടി എവിടെ നിസ്കരിക്കുക, അല്ല മഗ്രിബും ഇശയും കൂടി എവിടെ നിസ്കരിക്കുക? മുസ്ദലിഫയിൽ വെച്ചിട്ട് ഒറ്റ ബാങ്കും ഒറ്റ ഇഖാമത്തും കൊടുത്തിട്ട് നിസ്കരിക്കാം. ഒറ്റ ബാങ്കും ഒറ്റ ഇഖാമത്തും കൊടുത്തിട്ട്. അവിടെ മഗ്രിബ് മുസ്ദലിഫയ്ക്കുള്ള വഴിയിൽ പറ്റൂല. വലം തജുസിൽ മഗ്രിബ് ഫീ ത്വരീഖി മക്ക, മുസ്ദലിഫയിലുള്ള വഴിയിൽ മഗ്രിബ് നിസ്കരിക്കാൻ പറ്റൂല. സാധാരണക്കാർ നടന്നു പോകുന്ന വഴിയിൽ പറ്റൂല.
ഇനി നിസ്കാരത്തിൻ്റെ സമയം പറഞ്ഞു, അസ്ൽ വക്ത് പറഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മുന്തിച്ചും പിന്തിച്ചൊക്കെ വൈകിച്ചൊക്കെ നിസ്കരിക്കുന്ന കുറച്ചും സമയമൊക്കെ പറയുന്നുണ്ട്. അതാണ് അടുത്ത പാഠം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നാഫിയായാലും തരട്ടെ. ഇതിൻ്റെ ബർക്കത്ത് കൊണ്ട്, ഈ മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മളെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. അല്ലാഹു നമ്മുടെ ഈമാൻ സലാമത്താക്കി തരട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദിൻ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.